ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൗണ്ടിന് അല്പം വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. അത് പനി മൂലമാണ്. മാറിയിട്ടില്ല പനി പൂർണ്ണമായിട്ടും. എങ്കിലും നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. നമുക്ക് യാത്രകൾ എപ്പോഴും നമുക്ക് പുതിയ പുതിയ അറിവുകളും കാഴ്ചകളും കാട്ടിത്തരുന്നതാണ്. അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു കുഞ്ഞു ഭംഗി ഞങ്ങളെ കാട്ടിക്കാണിച്ച പൂക്കാലം. അവരുടെ ജീവിതത്തിൻ്റെ വളരെ ചുരുങ്ങിയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരവരുടെ പരിസരവും അവരുടെ വീടിൻ്റെ റോഡിൻ്റെ ഇരുവശങ്ങളും അവരെത്രമാത്രം പുഷ്പങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുമ്പോഴാണ് അവർക്ക് ആ ഗ്രാമവാസികൾക്ക് ആ പൂക്കളോടുള്ള ഇഷ്ടം നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ വീടുകളിൽ പോലും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പൂക്കളാണ് ആ കൊച്ചു ഗ്രാമവാസികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പല ഒരു സൈഡിൽ നമ്മുടെ ചിറയാണ്. ആ ചിറയിൽ നിന്നുള്ളതുകൊണ്ട് എനിക്ക് മുകളിൽ നിന്ന് മാത്രമേ അതെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. താഴെ വള്ളത്തിലിരുന്നുകൊണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതെനിക്ക് സാധിക്കാഞ്ഞതുകൊണ്ട് ഞാൻ റോഡ് സൈഡിൽ കൂടെ നടന്ന് ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. വളരെ മനോഹരമായ രീതിയിലാണ് ആ റോഡ് കിടക്കുന്നത്. നിങ്ങൾ കണ്ടോ? എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ ആ റോഡ് സൂക്ഷിച്ചിരിക്കുന്നതും ആ റോഡിനടുത്ത് തന്നെയുള്ള തങ്ങളുടെ കടവുകൾ നമ്മുടെ ചിറയിലേക്കുള്ള കടവും പരിസരമൊക്കെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ അവരുടെ വീടിൻ്റെ പരിസരമൊക്കെ നിങ്ങൾ നോക്കിക്കുക. ഈ പരിസരത്തെങ്ങാണ് എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ കുപ്പിയോ എന്തെങ്കിലും സാധനം കിടപ്പുണ്ടെന്ന് നോക്കും. അത്ര മനോഹരമായി വൃത്തിയായി അവർ സൂക്ഷിച്ചിരിക്കുന്നു. നല്ല കാണേണ്ട ഒരു കൊച്ചൊരു ഗ്രാമപ്രദേശമാണ്. തറാം കുഞ്ഞുങ്ങൾ നീന്തി കളിക്കുന്ന കണ്ടില്ലേ. അപ്പം ഞാൻ ഈ പൂക്കളെ എന്നോടൊരാൾ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ പൂക്കളുടെ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ എത്തിയത്. അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങേയറ്റത്തെ അതിശയമാണ് തോന്നിയത്. കാരണം അത്രമാത്രം ഭംഗിയായിട്ട് തന്നെ അവർ പരിപാലിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള പൂക്കളും വിരിഞ്ഞു നിൽപ്പുണ്ട്. ഒരു പൂ പോലും ആരും പറിച്ച് കളയാതെ അവരതിനെ വളരെ ഭംഗിയായിട്ട് അതിനെ പരിപാലിച്ചിരിക്കുന്നത്. ഇപ്പം ഈ 5 ഇതളുള്ള നമ്മുടെ ചെമ്പരത്തി ഒന്നും ഇപ്പം നമുക്ക് കാണാനേ കിട്ടാറില്ല. 5 ഇതളും ഉണ്ടെങ്കിൽ തന്നെ അത് പല തരത്തിലുള്ള ചെമ്പരത്തി ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട ചെമ്പരത്തി എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിലെ എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെമ്പരത്തിയാണ്. പൂക്കൾ പല തരത്തിലുള്ള പൂക്കൾ ഇവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെയൊന്നും പേരെനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ പുഷ്പങ്ങൾ മാത്രം നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ. ചെടിയും കണ്ടില്ലേ, ഇത് നമ്മൾ നേരിട്ടൊന്ന് കാണുക, എന്നാലേ നമുക്ക് ഇതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ. അത്ര മനോഹരമാണ്. അപ്പം എൻ്റെ വ്ളോഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. വീണ്ടും നമുക്ക് കാണുന്നത് വരെ.